സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഖ്യകളെ പറ്റി തന്നെ പറയാൻ വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സംഘികളുടെ ഒരു തലവനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ഞാനിന്ന് കാണാനിടയുണ്ടായി. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ വീഡിയോ എന്തായാലും കണ്ടിട്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. എല്ലാ മതവും എല്ലാ വിശ്വാസവും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് ഞങ്ങൾ വെറുതെ പറയല്ല. പക്ഷെ നാടിന്റെ എതിരെ, രാജ്യത്തിന്റെ എതിരെ, മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതം ഇല്ലാണ്ടെയും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ അത് എതിർക്കും. അതാണ് ഞങ്ങളെ പൊസിഷൻ. ആദ്യമായിട്ടും ഇന്നും അതാണ് ഞങ്ങളെ പൊസിഷൻ. ഗോപാലകൃഷ്ണൻജി എന്ത് പറഞ്ഞു, എന്ത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു, അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ, അത് നിയമപരമായ നടപടി നടക്കട്ടെ. അതാണ്. പക്ഷെ ഞാൻ ഒന്നും ന്യായീകരിച്ചിട്ടില്ല. അതായത് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന് വലിയ രീതിയിൽ ഊന്നൽ നൽകുന്ന, മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു സാധനത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു പാർട്ടിയാണ്. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ മതത്തിന്റെ പേരിലുള്ള അടികളോ അങ്ങനെ അങ്ങോട്ടും ഇടയിലുള്ള തല്ലുകളൊന്നുമില്ല. ഞങ്ങൾ മതത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുന്ന, മതസൗഹാർദ്ദം സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകളാണ്. ആ ആളുകളുടെ സംഘടനയുടെ പേരെന്താണ്? സംഘപരിവാർ, RSS, BJP. ഇതാണ് ആ സംഘടനയുടെ പേര് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഘടന, അവരുടെ ഉള്ളിൽ ഇങ്ങനെ ജാതീയ ബോധം, മതബോധം, വർഗീയ ബോധം ഇതൊന്നുമില്ല. ഇവരുടെ ഉള്ളിൽ നല്ല ചിന്താഗതികൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഉള്ളത് ഈ നാട്ടിലെ കമ്മ്യൂണിസത്തിനും അതേപോലെ തന്നെ കോൺഗ്രസിലുള്ള ആളുകളുടെ അവരുടെ ചിന്താഗതികൾക്കുമൊക്കെയാണ്. ബാക്കി BJP പോലെയുള്ള ആളുകളുടെയൊക്കെ ഉള്ളിൽ എല്ലാവരും ഒരേപോലെ തന്നെ, എല്ലാവരും മതേതരനായിട്ട് കാണുന്ന ഒരു ചിന്താഗതിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, വിശന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം അദ്ദേഹം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ തല്ലിക്കൊന്ന നാട്, അത് ആരുടെ നാടാണ്? അല്ല, അത് എവിടെയാണ്? മധു എന്ന് പറയുന്ന ഒരാളെ തല്ലിക്കൊന്ന് നമുക്കറിയാം. അത് എവിടെ വെച്ചിട്ടാണ് തല്ലിക്കൊന്നത്? അതേപോലെ തന്നെ പലയിടങ്ങളിലും ഇതേ സംഭവങ്ങൾ, സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം എടുത്തതിൻ്റെ പേരിൽ തല്ലിക്കൊന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല, ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ UP-യിലും ബീഹാറിലുമൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ RSS അല്ലെ സംഘപരിവാർ വന്ന ഇവിടെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും, എന്തൊക്കെയോ മലമറിക്കും എന്നൊക്കെ പറയുമ്പോൾ, അങ്ങ് UP-യിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ നീയൊക്കെ എന്ത് ചെയ്തു, എന്തുണ്ടാക്കി എന്ന് ഞങ്ങൾ ചോദിച്ചാൽ എന്ത് നീയൊക്കെ പറയും? നമുക്കറിയാം, തീപ്പൊരി പ്രസംഗം നടത്തി ഈ സംഘികളുടെ മടയിൽ കയറി അവന്മാരെ എല്ലാം ഇളക്കി, അല്ലെ അവന്മാരെല്ലാം വിറപ്പിച്ചൊരു മുതലുണ്ട്, നീനു K. ജയൻ എന്ന് പറയുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ വേറൊരു വീഡിയോ കൂടി ഞാൻ കാണാനിടയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ്ലി പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പെൺകുട്ടി പറയുന്നതിൽ കുറേ അധികം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ കൂടുതലായിട്ട് നിങ്ങളെ കാണിക്കുന്നതും. ഇന്നിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഇവിടെ കാണേണ്ടതാണ്. ആ ഒരു വീഡിയോയ്ക്ക് ഇവിടെ പ്രസക്തി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടി എന്താണ് പറയുന്നത്, നീനു K. ജയൻ എന്ന് പറയുന്ന ആ പുലിക്കുട്ടി എന്താണ് ഈ ഒരു കാര്യത്തിൽ നേരത്തെ ഉണ്ടായ സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്നതെന്നൂടെ കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വന്നാലും. RSS ലക്ഷ്യമിടുന്നത് ജാതിയില്ലാത്ത ഹിന്ദുത്വമാണ്. ഈ ജാതിയില്ലാത്ത ഹിന്ദുത്വത്തിന് വേണ്ടി RSS പ്രവർത്തിക്കുകയും അത് പൂർണ്ണമായും വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹിന്ദു എന്ന പേരിൽ ജീവിച്ചിട്ടും സമത്വം കിട്ടാത്തൊരു വിഭാഗം ഇന്നും ഇവിടെയുണ്ട്. അമ്പലത്തിൽ കയറിയത് താഴ്ന്ന ജാതി എന്നാരോപിച്ച് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ചവിട്ടിക്കൊല്ലുന്നു. അങ്ങ് ബീഹാറില് 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു. കുറ്റവാളികളുടെ പേര് ആ അമ്മ എണ്ണി പറഞ്ഞിട്ടും പെൺകുട്ടി കിണറ്റിൽ ചാടി മരണപ്പെട്ടതാണെന്ന് അധികൃതർ വരുത്തി തീർക്കും. പേരിനൊരു പോലീസ് ഓഫീസർ പേപ്പറിൽ കുറിച്ചു വെച്ച് കളഞ്ഞ ഒരു കഥയായി അതങ്ങ് ഒഴിച്ചു. എന്തിന് നമ്മുടെ തിരുവനന്തപുരത്തും ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് വീട് കയറി ആക്രമിച്ചതും ഇതേ RSS അല്ലേ? ജാതിക്കാരാണെന്നും പറഞ്ഞാൽ നമ്മളെന്നോട് ഫൈറ്റ് ചെയ്ത് പോലും നമ്മൾ ധൈര്യം എടുക്കുന്നുണ്ട്. നമ്മൾ നീണ്ട നാട്ടാണ് എന്റെ മക്കളെ രണ്ടുപേരെ മരിച്ചെടുത്തോണ്ട് പോയത്. ഇതിന്റെ ഇളയ മോന്റെ ചോര ഇത് തിരുവനന്തപുരത്താണ് കേട്ടോ, സംസ്ഥാനത്ത് നടന്നൊരു സംഭവമാണ്. തീർന്നിട്ടില്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ 2014-2025 കാലയളവിൽ ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള റേപ്പ് മർഡർ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉയർന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബീഹാറിലുമാണ്. ഹത്രാസ് കേസ് 2020 19 വയസ്സ് മാത്രം പ്രായമുള്ള ദളിത് പെൺകുട്ടിയെ ക്യാപ്റ്റേറ്റ് ചെയ്ത് കൊലപ്പെടുത്തിയതും
ഉത്തർപ്രദേശിലല്ലേ? 2025 8 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നതും ഇതേ ഉത്തർപ്രദേശിലാണ്. 2019 ഒരു ദിവസം ശരാശരി 88 റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി NCRB റിപ്പോർട്ടുകൾ പറയുന്നു. 2021 മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റേപ്പ് കേസുകൾ 81,677 അതായത് ഒരു ദിവസം ശരാശരി 86 കേസുകൾ. 2023 ഷെഡ്യൂൾ കാസ്റ്റിനെതിരെയുള്ള ക്രൈം 57,000 ഉയർന്നു. Dalits are brutally murdered. The victims are also Hindus. Then where is the equality? സമത്വം എന്ന വാക്കിൽ നിങ്ങൾ ഇന്നും നിഷേധിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. അവരെ താഴ്ത്തി നിർത്തുന്ന ഏതൊരാശയവും അത് ഏത് വേദിയിൽ ഇരുന്ന് പറഞ്ഞാലും പുരോഗതിയാവില്ല. കണ്ടില്ലേ, എത്ര വ്യക്തമായിട്ടാണല്ലേ ആ പെൺകുട്ടി കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഇതേ കാര്യങ്ങൾ തന്നെ ഈ ഒരു പെൺകുട്ടി പറഞ്ഞതിന് എല്ലാ കാര്യങ്ങൾക്കും ഒരു മറുപടി തന്നെയാണ്. അതായത് രാജീവ് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു മറുപടി എന്നോണം തന്നെയാണ് ആ പെൺകുട്ടി അന്ന് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇവരിന്ന് വന്നിട്ട് പറയുന്നത് ഇവിടുത്തെ മതത്തിനെതിരെയല്ല ഞങ്ങൾ, ഇവിടുത്തെ ജാതീയതയ്ക്കെതിരെയല്ല ഞങ്ങൾ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ടുമാണ് പോരാടുന്നത്, അല്ലെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്നാണ്. എൻ്റെ പൊന്നു രാജീവ് ചന്ദ്രശേഖരെ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ആവശ്യമായിട്ടുള്ളത് അമ്പലങ്ങളുടെ ഒരു മെച്ചപ്പെട്ട വികസനങ്ങളൊന്നുമല്ല. അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കണം, അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അമ്പലവും പള്ളിയും ഒക്കെ ഇങ്ങനെ ഉയർന്നു പോകണമെന്നോ അല്ലെ അതിൽ കൂടി കുറേ വരുമാനം ഉണ്ടാക്കണമെന്നോ ഒന്നുള്ള ലക്ഷ്യങ്ങളല്ല അവർ വെക്കുന്നത്. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ക്ഷേത്രങ്ങൾ അങ്ങോട്ട് ഒരു പുനഃപ്രതിഷ്ഠ നടത്തി അല്ലെ ക്ഷേത്രങ്ങൾ കുറച്ചുകൂടി പുനഃസ്ഥാപിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. പള്ളികളൊക്കെ ഒരുപാട് ഉയരങ്ങളിലൊക്കെയാണല്ലോ. അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങളും പള്ളിയുടെ കുരിശിനും അല്ലെ പള്ളിയുടെ ആ ഗോപുരത്തിനും ഒക്കെ മുകളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കണം ഇവർ ഈ രീതി ചിന്തിക്കുന്നത് കേട്ടോ. മിക്കവാറും കുരിശ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു രൂപം അല്ലെ കുരിശ് എന്ന് പറയുന്ന ആ ഒരു പവിത്രമായ ഒരു സംഭവത്തിനേക്കാളൊക്കെ മുകളിൽ ഓം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഉയർത്തിക്കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇനി പണിയെടുക്കാൻ പോകുന്നത്. ടവറിൻ്റെ ഹൈറ്റുള്ള അമ്പലങ്ങൾ, ടവറിൻ്റെ ഹൈറ്റുള്ള വിഗ്രഹങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവർ പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ BJP മുന്നോട്ട് വെക്കുന്ന ആശയം ഈ നാട്ടിലെ ഹിന്ദുക്കളെ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ഹിന്ദുക്കളെ മുന്നിൽ നിർത്തിയാൽ തന്നെ അവർക്ക് മറ്റുള്ള മതത്തിലുള്ള ആളുകളെ അടിച്ചമർത്താം, മറ്റുള്ള ജാതിയിലുള്ള ആളുകളെ അടിച്ചമർത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്ന അല്ലെ എന്നുള്ളൊരു ചിന്താഗതി, ഈ ചിന്താഗതിയൊക്കെ എന്നേ കാറ്റിൽ പറത്തേണ്ട സമയങ്ങൾ അതിക്രമിച്ചതാണല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം സ്വൈര്യമായിട്ടുള്ള ജീവിതമാണ്, സ്വതന്ത്രമായിട്ടുള്ള ജീവിതമാണ്. എന്തും എവിടെയും തുറന്നു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം സ്വാതന്ത്ര്യത്തിൽ വരുന്നത് തന്നെയാണ്. അങ്ങനെയുള്ള മൗലിക കർത്തവ്യങ്ങളൊക്കെ അവർക്ക് വേണം. ഇതിനിടയിൽ ജാതി മതം എന്നീ പറയുന്ന ഇങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതികളൊന്നും ആർക്കുമില്ല. എവിടെയാണുള്ളത്? സംഘികളുടെ ഉള്ളിൽ മാത്രമാണ്. ഈ സംഘികൾ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇവരുടെ സംഘി നേതാക്കന്മാരുടെയും സംഘി നേതാക്കളുടെയും ഒക്കെ ഉള്ളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉള്ളത്. ഇതൊന്നും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തെ ഓർത്ത് വിചാരിക്കരുത്. അല്ല, വിചാരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒന്നും മനസ്സിൽ ഈ സംഭവം ഇല്ല എന്നുള്ളതും വേറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടത്, മുഖ്യമന്ത്രിയെ സ്മൃതി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യത്തിനെ അങ്ങനെ ഞാനൊരു കാര്യമേ കേട്ടിട്ടില്ല. മുഖ്യമന്ത്രി ഇന്നേവരെ നരേന്ദ്രമോദിയുടെ പേരോ അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിലുള്ള ആരുടെയെങ്കിലും ഒക്കെ പേരോ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്രയ്ക്ക് പേടിയുള്ള ഒരാളാണ് മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള രീതിയിൽ സ്മൃതി പറയുമ്പോൾ ഡോക്ടർ അരുൺകുമാർ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. തെളിവ് സഹിതം കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവിടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ എടുത്തു വെച്ചോളൂ. നരേന്ദ്രമോദിക്കെതിരെ എന്ന ഒരു വാചകം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഈ 10 വർഷത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മോദി എന്ന വാക്ക്, മോദി എന്ന പേര് പറയുന്ന കേട്ടിട്ടുണ്ടോ? ഇതൊന്ന് കേട്ടോളൂ. അമിത്ഷാ, നരേന്ദ്രമോദി, ഇതൊന്നും സ്പോട്ടാണ്. അവർക്ക് വലിയ താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യം അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കൊലകൾ നടന്നോ? മോദി എന്ന പേരെടുത്ത് പിണറായി വിജയന് അങ്ങേക്ക് അത് കിട്ടിയ സ്ഥിതിക്ക് എപ്പോ പ്രസംഗിച്ചാൽ നമ്മൾ പറയുന്നത്? ശബരിമലയിലെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് ഇടപെട്ട് തുടങ്ങിയ സമയത്താണ്. ഞാനിത് ഒരെണ്ണം കിട്ടിയത് വല്ലാത്ത തലവേദന. അമിത്ഷാ അതൊരു പ്രസംഗം നടത്തി പിണറായി വിജയനെ വലിച്ചു താഴെയിടാൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എല്ലാരും കൂടി വളഞ്ഞിട്ട് ഊക്കുവല്ലേ കേട്ടോ. ആ മരം
വിജയൻ പറഞ്ഞെന്താണെന്നറിയോ? പറഞ്ഞത് ആ വലിച്ചതാനുള്ള തടി ആ വലിപ്പമുള്ള തടി അമിത്ഷായ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ്. അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട്. ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളിലും എനിക്ക് എതിർപ്പുണ്ടെങ്കിലും നമ്മൾ പല കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ചാണക സംഖ്യകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുത്തു എന്നുള്ളത് ആ ഒരു പേര് കൊണ്ട് മാത്രം എനിക്ക് ഇവരോടൊക്കെ നല്ല റെസ്പെക്റ്റാണ്, നല്ല ബഹുമാനം എപ്പോഴും ഉണ്ട്. അത് ഇടതുപക്ഷത്തിനോടും വലതുപക്ഷത്തിനോടും ആ ഒരു ബഹുമാനം എനിക്ക് എപ്പോഴും ഉണ്ട്. ഇവരോടൊപ്പം കൈകോർത്ത് നിൽക്കാതെ, ഇവരോടൊപ്പം കൈകോർത്തുകൊണ്ട് കേരളത്തിനെ ഒറ്റുകൊടുക്കാതെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഇവരോടൊക്കെ ഒരു ബഹുമാനമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആ സീറ്റിൽ നിന്ന് വലിച്ചു താഴെയിടുമെന്ന് വർഷങ്ങൾക്ക് മുൻപ് അമിത്ഷാ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അത് കേട്ടിട്ട് പേടിച്ച് മിണ്ടാതെ ഒരു സൈഡിൽ ഒതുങ്ങിയൊന്നും ഇരുന്നിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് അതിനുള്ള ധൈര്യമൊന്നും ആ തടിക്കില്ല എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. അതിനുള്ള ധൈര്യമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കുക എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു പൊതുവേദിയിൽ വന്നിട്ട് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാരിനേക്കാൾ മുകളിൽ ഒരു കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങരുടെ ഗട്ട്സ് വേറെ ലെവൽ തന്നെയാണ്. അത് തീരെ ചെറുപ്പമായിട്ടൊന്നുമല്ല. ഈ പ്രായത്തിൽ നേരാമണ്ണം എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ധൈര്യത്തിനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല. അതിലൊരു ധൈര്യത്തിന് ഒരു ശതമാനം പോലും കുറവ് വന്നിട്ടില്ല. എന്നാൽ സംഘികൾക്ക് പേടിയാണ് മുഖ്യമന്ത്രിയെ. സ്മൃതി വന്നിരുന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനോട് വലിയ രീതിയിൽ വിമുഖതയുള്ള, വലതുപക്ഷത്തിനോട് വലിയ രീതിയിൽ ഒരു അഗാധമായ ബന്ധം വെച്ച് പുലർത്താൻ ശ്രമിക്കുന്ന സ്മൃതി പറയുന്നത് മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര ഗവൺമെന്റിൽ ഇരിക്കുന്ന എല്ലാ ആളുകളെയും പേടിയാണ്. ഇതുവരെ 10 വർഷമായിട്ട് ഞാൻ ഇതുവരെയും മുഖ്യമന്ത്രി ഇവരുടെ ആരുടെ പേരെടുത്ത് പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ അരുൺകുമാർ എടുത്ത് കാണിക്കുന്നുണ്ട് ശബരിമല വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചൊരു കാര്യം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇടതുപക്ഷ സർക്കാരിനെയും വലതുപക്ഷ സർക്കാരിനെയും BJPയെയും എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇവരെല്ലാം ഉള്ള പല ആളുകളും കളിക്കുന്ന വൃത്തികെട്ട കളികൾ, അത് മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് കളിക്കുന്നത്, അതായത് ന്യൂസ് ചാനലിൽ ഇരുന്ന് കളിക്കുന്നതും അല്ലാതെ സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ കളിക്കുന്ന കളികളും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ആര് ജയിക്കണം ആര് ജയിക്കരുതെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ജനഹിതമാണ് അതൊക്കെ എങ്ങനെയാവണം എന്നുള്ളത് ചിന്തിക്കേണ്ടത്. അത് നിങ്ങൾ നോക്കിയും കണ്ടും വോട്ട് ചെയ്യുക. അതിന് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾ ചെയ്യുക. പക്ഷെ ഒരിക്കലും മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മനുഷ്യനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതും ഈ ഒരു സമയത്ത് എടുത്തു പറയുകയാണ്. അപ്പം നീനു എന്ന് പറയുന്ന ആ പുലിക്കുട്ടി ഈ പറയുന്ന സംഘികൾക്കെല്ലാം കൊടുക്കുന്നൊരു മറുപടി അത് ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന് പല രീതിയിലുള്ള പലതരത്തിലുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എല്ലാത്തിനും വലിച്ചു കീറി അണ്ണാക്കിലും അന്നനാളത്തിലും തീ കോരിയിടുന്ന ആ ഒരു പ്രസംഗവുമായിട്ട് ആ പെൺകുട്ടി ഇനിയും ഉണ്ടാകും. നട്ടലിന് പണയം വെച്ച് നട്ടലിന് പകരം റബ്ബറൊക്കെ ആയിട്ടുള്ള അഖിൽമാരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയും ഇങ്ങനെയുള്ള പ്രവർത്തികളും ഒക്കെ ഉള്ള ആളുകളും ഇവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഇവരുടെ കൂട്ടത്തിലുള്ളൂ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.